മരണപ്പെട്ടതിന് ശേഷവും ഒരാൾക്ക് എങ്ങനെയാണ് 5 പേരെ കൊല്ലാൻ സാധിക്കുന്നത്? അതും വ്യത്യസ്തമായ 5 രീതികളിൽ. അതിനായി അയാൾ മാറ്റിവെച്ചത് തൻ്റെ വിലപ്പെട്ട 10 വർഷങ്ങൾ. അയാൾക്ക് തൻ്റെ ദൗത്യം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടാകുമോ? മൂവി നെയിം ആര്യൻ. ഇവിടെ ഈ കൊലയാളിയെ കൊല ചെയ്യാനായി 10 വർഷത്തെ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നാൽ കഥ വെറും 6 ദിവസം കൊണ്ട് തീരുകയാണ്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കഥയുടെ ആദ്യ ദിവസം നമ്മൾ ജേർണലിസ്റ്റ് നയനയാണ് കാണുന്നത്. അവർ ഒരു പ്രൈം ടൈം TV ഷോ പ്രോഗ്രാമിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. അവരോടൊപ്പം വളരെ ഫേമസ് ആയൊരു ഗസ്റ്റാണ് എത്തിയിരിക്കുന്നത്. അതേസമയം പബ്ലിക്കിനും ഗസ്റ്റിനോട് മൂർച്ചയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അവരുടെ പ്രോഗ്രാം ഏറെ ജനശ്രദ്ധ നേടിയ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നവർക്ക് ഗസ്റ്റായി വന്നിരിക്കുന്നത് തമിഴ് സിനിമാ ലോകത്തെ പുത്തൻ താരോദയം കൈലാസാണ്. എന്നാൽ അദ്ദേഹം അത്ര പെർഫെക്റ്റ് പേഴ്സണൊന്നുമല്ല. 1-2 കേസുകളിൽ ഇപ്പോഴും അയാളുടെ പേരിൽ സ്റ്റേഷനിലുണ്ട്. ഇന്റർവ്യൂവിനിടയിൽ നയന അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ കേസുകളെക്കുറിച്ച് ചോദിക്കുന്നു. അന്നേരം അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ്. അദ്ദേഹം തന്നെ പൊഴുത്തിക്കൊണ്ട് പറയുന്നു, എൻ്റെ പെട്ടെന്നുള്ള വളർച്ച ചിലരെയൊക്കെ അസ്വസ്ഥരാക്കി. അവരാണ് എന്നെ കൊടുക്കാനില്ലാത്ത വ്യാജ കേസുകളുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. ഞാൻ തെറ്റുകാരനല്ലെന്ന് എൻ്റെ ഫാൻസിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അവർ എന്നെ ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്. പെട്ടെന്ന് ഓഡിയൻസിൽ നിന്നും ഒരു വ്യക്തി അൽഗർ പറയുകയാണ്, നിങ്ങളുടെ ഫാൻസ് മുഴുവനും ഭ്രാന്തന്മാരാണ്. അതുകൊണ്ടാണ് അവന്മാർ നിങ്ങളെ ഹീറോ എന്ന് വിളിക്കുന്നത്. അതിനുശേഷം അയാൾ സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് നയനയോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് സഹതാപം തോന്നുന്നു. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എത്ര വൃത്തികെട്ട വ്യക്തികളെയാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരുന്നത്. ലൈവ് ഷോയിൽ അഭിമാനിതനായ കൈലാസ് ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ചു. അതിനുശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് അയാൾ ഒരു തൊക്കെടുത്ത് കൈലാസിന്റെ കാലിലേക്ക് വെടിയുതിർത്തു. അതോടുകൂടി സ്റ്റേജിൽ 4 പാടും നിലവിളികൾ ഉയർന്നു. ആളുകൾ ചിഹ്നം ഭിന്നം പാഞ്ഞു, എവിടെ കൂടിയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി. എന്നാൽ ആ സ്റ്റേജിന്റെ 4 ഡോറുകളും അദ്ദേഹം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത്തവണ അദ്ദേഹം തോക്ക് ചൂണ്ടിക്കൊണ്ട് എല്ലാ പേരോടും അവരവരുടെ സീറ്റുകളിൽ വന്നിരിക്കാൻ പറയുകയാണ്. അവർക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു അനുസരിക്കുകയല്ലാതെ. കാരണം ആ സ്റ്റേജ് മുഴുവൻ അദ്ദേഹം ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അയാൾ നയനയോട് പറയുകയാണ്, 1 മണിക്കൂറിനുള്ളിൽ നാരായണൻ എന്നുള്ളൊരു വ്യക്തി ഇവിടെ കൊല ചെയ്യപ്പെടും. അത് തടയാൻ ആർക്കും തന്നെ കഴിയില്ല. അതുവരെയും ഈ ലൈവ് ഷോ നടന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഞാൻ കൊല ചെയ്യുന്നത് നിന്നെയായിരിക്കും. വാർത്ത കാട്ടുതീ പോലെ 4 പാടും പരന്നു. ആളുകളെ രക്ഷിക്കാനായി പോലീസും മറ്റ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. എന്നാൽ തോക്കിന്റെ മുൾമുനയിൽ നിന്നും അവരെ പെട്ടെന്നങ്ങനെ രക്ഷിച്ചെടുക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇവിടെ അൽഗർ പറയുകയാണ്, ഞാനൊരു റൈറ്ററാണ്. ഞാൻ ക്രൈം സ്റ്റോറിയിൽ ധാരാളം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾ എൻ്റെ കഥകളെ ഒരിക്കലും അപ്രിഷ്യേറ്റ് ചെയ്തില്ല. 10 വർഷം കഷ്ടപ്പെട്ട് ഞാനൊരു ക്രൈം സ്റ്റോറി എഴുതി. അതിൻ്റെ പേരാണ് ആര്യൻ. എന്നാൽ എഡിറ്റർ വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ 10 വർഷത്തെ കഷ്ടപ്പാടിനെ റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തെ മുഴുവൻ എൻ്റെ സ്റ്റേജാക്കും. അടുത്ത 5 ദിവസം ഞാൻ ലോകത്ത് 5 കൊലകൾ നടത്തും. കൊലയ്ക്ക് 1 മണിക്കൂർ മുൻപ് തന്നെ ഞാൻ കൊലയാളികളുടെ പേരും അനൗൺസ് ചെയ്യും. രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടുത്തൂ. അതേസമയം ഇവിടെ മറ്റൊരു ഭാഗത്ത് ഓഡിയൻസായിട്ട് എത്തിയിട്ടുള്ള വ്യക്തികളുടെ പേരുകൾ ചെക്ക് ചെയ്തപ്പോഴാണ് അൽഗർ എന്ന വ്യക്തിയുടെ യഥാർത്ഥ പേര് നാരായണനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത്. എന്നാൽ സ്റ്റേജിൽ പെട്ടെന്ന് ചാടിയണീറ്റ അൽഗർ അല്പമൊന്ന് മാറി നിന്ന ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് തൻ്റെ തലയിൽ തന്നെ വെടിവെക്കുകയാണ്. ഇവിടെ നിന്നും ഒരു പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ നിന്നും കഥയുടെ 2ാം ദിവസം ആരംഭിക്കുകയാണ്. പോലീസുകാർ അൽഗറിൻ്റെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനായി നവീൻ എന്ന ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം 6 വർഷം മുമ്പ് കൊടൈക്കനാലിൽ നടന്ന സീരിയൽ മർഡർ കേസ് സോൾവ് ചെയ്തിരുന്നു. ഇപ്പോൾ അദ്ദേഹം അൽഗറിൻ്റെ കേസുമായി മുന്നോട്ട് പോവുകയാണ്. അന്വേഷണത്തിൽ അവർക്ക് അറിയാൻ കഴിഞ്ഞത് അൽഗറിൻ്റെ ഭാര്യ നേരത്തെ മരണപ്പെട്ടിരുന്നു. അയാൾക്കൊരു മകനാണുള്ളത്. അവൻ തൻ്റെ മാമിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നവീൻ നയനയോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനായി എത്തുന്നു. നയന പറയുകയാണ്, അൽഗർ എന്നോട് പറഞ്ഞിരുന്നു എന്നെ ഈ കൃത്യത്തിൽ നിന്നും തടയാനായി കഥയുടെ ഹീറോ തീർച്ചയായും എത്തിച്ചേരുമെന്ന്. നിങ്ങളാണോ ആ ഹീറോ? അപ്പോഴൊന്നും ഈ വരികളുടെ അർത്ഥം അയാൾക്ക് മനസ്സിലായില്ല. എന്നാൽ ക്ലൈമാക്സിന് ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ഷോക്കായി പോകും. അവിടെ നിന്നും പോലീസ് ഉദ്യോഗസ്ഥർ നേരെ അൽഗറിൻ്റെ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ്. മുറ്റത്ത് പാതി കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു ഡയറി അവർക്ക് ലഭിക്കുന്നു. എന്നാൽ അതിലൊന്നും തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. മറ്റൊരു തെളിവുകളും അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതുമില്ല. ഒരു മരണപ്പെട്ട വ്യക്തി എങ്ങനെയാണ് കൊല ചെയ്യുന്നതെന്ന് ആലോചിച്ച് എല്ലാ പേരും തലമുണ്ടാക്കുകയാണ്. ഒത്തിരി നേരത്തെ ആലോചനയ്ക്ക് ശേഷം ചിലപ്പോൾ ഇത് അയാളുടെ ഒരു പ്രാങ്കായിരിക്കുമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും മടങ്ങുന്നു. എന്നാൽ അന്നേ ദിവസം 7 മണിക്ക് നഗരത്തിലെ എല്ലാ ബിൽ ബോർഡുകളും ഹാക്ക് ചെയ്യപ്പെടുകയും അൽഗറിൻ്റെ വീഡിയോ അതിൽ പ്ലേ ആവുകയും ചെയ്യുന്നു. അതിൽ അൽഗർ തൻ്റെ ആദ്യത്തെ ഇരയായ അശോകൻ്റെ പേര് വ്യക്തമാക്കി. ഇത് കേട്ടതും നഗരത്തിലെ അശോക് എന്ന പേരുള്ള എല്ലാ വ്യക്തികളും തൻ്റെ ജീവന് സെക്യൂരിറ്റി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അതേസമയം ഒരു സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂട്ടി കഴിഞ്ഞ് പബ്ലിക് ബൂത്തിൽ കയറി തൻ്റെ കൊച്ചുമകളെ ഫോൺ ചെയ്യുകയാണ്. പെട്ടെന്ന് ബോംബ് പൊട്ടിത്തെറിച്ച് അയാൾ തൽക്ഷണം മരണപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വൈപ്പുകാൽ ദൂരേക്ക് തെറിച്ചു വീണു. അന്വേഷണത്തിൽ അയാളുടെ പേര് അശോക് ആണെന്ന് തെളിയുന്നു. മകൻ വീട്ടിൽ നിന്നും ഇറക്കിവിട്ട അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസം. വളരെ നല്ല വ്യക്തിയാണ്.
എന്നാൽ ദിവസവും അദ്ദേഹം തൻ്റെ കൊച്ചുമകളുമായി ഫോണിൽ സംസാരിക്കുക പതിവാണ്. അതും ഇതേ ബൂത്തിൽ നിന്ന്. സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി ഫോൺ ബൂത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ബോംബ് സ്ഥാപിച്ചിരുന്നുവെന്നും ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ ബ്ലാസ്റ്റ് ആവാനുള്ള സെറ്റിംഗ്സ് നടത്തിയിരുന്നുവെന്നും. അതുകൊണ്ട് തന്നെ അശോകിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അൽഗറിനെ നേരത്തെ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം ഒരു പെർഫെക്റ്റ് പ്ലാൻ തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. അവിടെ നിന്നും കഥ അടുത്ത 3-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നേ ദിവസം രാവിലെ തന്നെ ഉദ്യോഗസ്ഥനായ നവീൻ അൽഗറിൻ്റെ പുസ്തകങ്ങളെല്ലാം പരിശോധിക്കുകയാണ്. എന്നാൽ അതിൽ നിന്നും യാതൊരു തെളിവൊന്നും തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. മാത്രമല്ല അൽഗറിൻ്റെ മാസ്റ്റർ പീസായ ആര്യൻ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ സമയം ഏറെ വൈകി. 7 മണിയായി. അത് എല്ലാ വീടുകളിലും TV ഓണാവുകയാണ്. എല്ലാ TVകളും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അൽഗറിൻ്റെ വീഡിയോ അതിൽ പ്ലേ ആവാൻ തുടങ്ങി. ഇത്തവണ അൽഗർ പറയുകയാണ്, അങ്ങനെ എൻ്റെ സമയം എത്തിക്കഴിഞ്ഞു. ഇത്തവണ എൻ്റെ ഇര റസിയ എന്ന പെൺകുട്ടിയാണ്. ഇത് കേട്ടതും പോലീസ് ഉദ്യോഗസ്ഥർ റസിയ അന്വേഷിച്ച് 4 പാടും ഓടി നടക്കാൻ തുടങ്ങി. മറ്റൊരു ഭാഗത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന റസിയ എന്ന നർത്തകി പെട്ടെന്ന് നിലത്തേക്ക് കുഴഞ്ഞു വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നു. മേക്കപ്പ് പ്രോഡക്റ്റുകളിലൂടെ വിഷം ഉള്ളിൽ ചെന്നാണ് അവർ മരണപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്വേഷണത്തിൽ വളരെ നല്ല വ്യക്തിത്വത്തിനുടമയാണ് അവർ. നാട്ടിലെ അറിയപ്പെടുന്ന നർത്തകിയും പാവപ്പെട്ട കുട്ടികൾക്ക് ഫ്രീ ആയി നൃത്തം പഠിപ്പിച്ചു കൊടുക്കുകയുമായിരുന്നു അവർ. ഇതിൽ അവരുടെ മതത്തെ ചൊല്ലി ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പ്രശ്നങ്ങൾ കൂടുതൽ വഷളായതോടുകൂടി അവർക്ക് തൻ്റെ ഡാൻസ് സ്കൂൾ പോലും അടച്ചുപൂട്ടേണ്ടി വന്നു. അധികം താമസിയാതെ തന്നെ അവർക്ക് ആ വീടും ഉപേക്ഷിക്കേണ്ടതായി വന്നു. റസിയെ പോലെ തന്നെ വളരെ നല്ല വ്യക്തിത്വത്തിനുടമയായിരുന്നു മരണപ്പെട്ട അശോകും. ആർമിയിൽ സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന് തൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം ദേശത്തിന് വേണ്ടി പ്രവർത്തിച്ചു. പക്ഷേ ആരും അദ്ദേഹത്തെ അംഗീകരിച്ചില്ല. വാർദ്ധക്യത്തിൽ മകനു പോലും അദ്ദേഹം ഒരു ഭാരമായി. വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. ഇതിനാണ് ഇത്രയും നല്ല വ്യക്തികളെ മാത്രം തേടിപ്പിടിച്ച് അൽഗർ ഇരയാക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും നവീനും നയനയ്ക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. 4-ാം ദിവസമായി ഇന്ന് ഒരു കൊലപാതകവും നടക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമായിട്ടാണ് നവീനും സംഘവും എത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തവണ എല്ലാ വ്യക്തികളുടെയും ഫോണാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. ഇത്തവണ സമയവും മാറ്റമാണ്. 5 മണിക്കാണ് വീഡിയോ തെളിയുന്നത്. അങ്ങനെ അടുത്ത വീഡിയോയിൽ അൽഗർ എത്തി തൻ്റെ അടുത്ത ഇര യുവരാജാണെന്ന് പറയുന്നതോടുകൂടി നവീനും സംഘവും യുവരാജ് എന്നു പേരുള്ള എല്ലാ വ്യക്തികൾക്കും പ്രൊട്ടക്ഷൻ നൽകാൻ തീരുമാനിച്ചു. പതിയെ സമയം നീങ്ങിക്കൊണ്ടേയിരുന്നു. അങ്ങനെ രാത്രി 11 മണിയായി. ഇതുവരെയും ഒരു മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സമാധാനത്തോടെ നവീനൊന്ന് ഉറങ്ങുകയാണ്. എന്നാൽ അടുത്ത ദിവസം രാവിലെ കണ്ണുകൾ തുറക്കുന്നത് യുവരാജ് എന്ന ചെറുപ്പക്കാരൻ്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ യുവരാജ് ഒരു എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റാണ്. നദികളിലെയും സമുദ്രങ്ങളിലെയും ചപ്പുചവറുകൾ ഇടുന്നവർക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ സിലിണ്ടറിൽ നിന്നും വിഷവാതകം ശ്വസിച്ചാണ് ഇത്തവണ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത്. അൽഗറിൻ്റെ മരണശേഷവും അയാൾ ഇപ്പോൾ 3 വ്യക്തികളെ കൊല ചെയ്തിരിക്കുകയാണ്. ഇവിടെ നവീൻ തൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് പറയുകയാണ്, അൽഗർ ഒരു സാധാരണ വ്യക്തിയല്ല. അയാൾ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളെക്കുറിച്ച് വിദഗ്ധമായ പഠനങ്ങൾ നടത്തിയ ശേഷമാണ് കൊല ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അൽഗർ ഒരു റൈറ്റർ മാത്രമല്ല, ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ കൂടിയാണ്. അദ്ദേഹം മരണപ്പെടുന്നതിന് മുൻപ് തന്നെ ഓട്ടോമാറ്റിക് പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് ചെയ്ത ടൈമിൽ തന്നെ മെസ്സേജ് ടെലികാസ്റ്റ് ആവുന്നുണ്ട്. മാത്രമല്ല TV ഷോയിൽ അയാൾ പറഞ്ഞ ആര്യൻ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം, അതാണ് ഈ കൊലപാതകങ്ങൾ. ഇവിടെ മരണപ്പെട്ട വ്യക്തികളുടെ പേരുകളുടെ ആദ്യ അക്ഷരങ്ങളാണ് ആര്യൻ. അതായത് ആദ്യം സ്വയം മരണപ്പെട്ട അൽഗർ, പിന്നീട് അശോക്, വീണ്ടും റസിയ, ഇപ്പോൾ യുവരാജ്. ഇനി വരുന്ന 2 വ്യക്തികളുടെ പേരുകൾ എയിലും എന്നിലും തുടങ്ങുന്നവയായിരിക്കും. ഇവ രണ്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ഈ കൊലപാതകങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. വളരെ വിദഗ്ധമായിട്ടാണ് ആര്യൻ എന്ന പേരുള്ള പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും അന്വേഷണം ഗ്രാമത്തിലെ പല മേഖലകളിൽപ്പെട്ട വ്യക്തികളിലേക്ക് തിരിഞ്ഞു. ഇവിടെ നിന്നും ഒരു ദിവസം നവീൻ അൽഗറിൻ്റെ വക്കീലിനെ പോയി കാണുകയാണ്. അതിൽ അൽഗർ എഴുതി വെച്ചിരിക്കുകയാണ്, തൻ്റെ മരണശേഷം തൻ്റെ പുസ്തകങ്ങളുടെ റോയൽറ്റിയും സ്വത്തുക്കളും പല വെൽഫെയർ ഫണ്ടുകളിലേക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടണം. ഇന്നും നവീൻ ഒരു കാര്യം മനസ്സിലായി, മരണപ്പെട്ട വ്യക്തികളുമായി ബന്ധപ്പെട്ട വെൽഫെയർ ഫണ്ടുകളിലേക്കാണ് അദ്ദേഹം തൻ്റെ സ്വത്തുക്കളും പണവും എല്ലാം മാറ്റിവെച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ വീണ്ടും TVയിൽ അൽഗറിൻ്റെ വീഡിയോ തെളിയുകയാണ്. ഇപ്പോഴേക്കും തൻ്റെ ഇര ആശ എന്ന പേരുള്ള സ്ത്രീയാണെന്ന് അൽഗർ വെളിപ്പെടുത്തി. അതോടുകൂടി അന്വേഷണങ്ങൾ ഊർജിതമായി. ഒടുവിൽ അവർ കണ്ടെത്തി ആശ എന്ന ആ നേഴ്സിനെ. മറ്റൊരു ഭാഗത്ത് ആശ തൻ്റെ ഭർത്താവിൻ്റെ മരണദിവസം പള്ളിയിൽ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനായി പുറപ്പെടുകയാണ്. ഈ സമയത്ത് നവീന സംഘവും ആശയെ പിന്തുടർന്നു. ആശയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരെ ഏതു വിധേനയും രക്ഷപ്പെടുത്തിയേ മതിയാകൂ എന്ന് കരുതി അവർ മാറി നിന്നും വീക്ഷിക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തേക്ക് വന്ന അവരോട് നിങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഞങ്ങളുടെ വാഹനത്തിൽ കയറണമെന്നും നവീനും സംഘവും പറയുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ആശ വാഹനത്തിനുള്ളിലേക്ക് കയറുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ നവീൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ അവർ മരണപ്പെട്ടത് മെഴുകുതിരിയിൽ നിന്നും പുകശ്വസിച്ചാണ്. വിഷാംശം കലർന്ന മെഴുകുതിരിയായിരുന്നു അവർ കത്തിച്ചു വെച്ചിരുന്നത്. ഇവിടെ ആശയുടെ കഥയും വ്യത്യസ്തമല്ല. സമൂഹത്തിൽ പൊതുപ്രവർത്തന രംഗത്ത് വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചൊരു സ്ത്രീയാണവർ. എന്നാൽ കോവിഡ് എന്ന മഹാമാരി അവരുടെ ജീവിതം തകർത്തെറിഞ്ഞു. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. ഒറ്റയ്ക്കായി അവർ പലരോടും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുവെങ്കിലും ആരും തന്നെ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. ഭർത്താവിൻ്റെ മരണവും സമൂഹത്തിലെ ഒറ്റപ്പെടലും ആ സ്ത്രീയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഭർത്താവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരത്തിനായി പലരെയും അവർ കണ്ടുവെങ്കിലും ആരും തന്നെ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല.
അങ്ങനെ നിരാശയുടെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന ആ സ്ത്രീയെ ഒടുവിൽ ഇത് ആൾക്കാർ കൊല ചെയ്തിരിക്കുകയാണ്. എന്തായിരിക്കാം അതിന് കാരണം? നവീൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് താൻ പരാജയപ്പെടുകയാണെന്ന് നവീൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ സ്റ്റോറിയുടെ അവസാനത്തെ ദിവസമായ 6-ാം ദിവസം എത്തിയിരിക്കുകയാണ്. അന്നേ ദിവസം രാവിലെ നഗരം തൂത്ത് വൃത്തിയാക്കുന്നതിനായി ജോലിക്കാർ നാലുപാടും എത്തിയിരുന്നു. ഇതിനിടയിൽ ഒരു സ്ത്രീക്ക് ഒരു ബെഞ്ചിന്റെ അടിയിൽ നിന്നും ഒരു മൊബൈൽ ഫോൺ ലഭിക്കുകയാണ്. അവർ അത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുക്കുന്നു. അത് മറ്റാരുടേതുമായിരുന്നില്ല, മരണപ്പെട്ട അൽഗറിന്റെ ഫോൺ തന്നെയായിരുന്നു. പരിശോധിച്ചപ്പോൾ അതിൽ അൽഗർ നേരത്തെ തന്നെ ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ പ്ലേ ആയി. പക്ഷേ ഇത്തവണ പോലീസുകാർക്ക് ഫോൺ അല്പം നേരത്തെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷന് അവർക്ക് ധാരാളം സമയവും ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഇത്തവണ അൽഗർ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മരണപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ പേര് അൽഗർ പറയുന്നില്ല. അയാൾ പറയുകയാണ്, നവീൻ സാർ, നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി കാണും മരണപ്പെടാൻ പോകുന്ന വ്യക്തിയുടെ പേര് ആരംഭിക്കുന്നത് എന്നിലാണെന്ന്. ഈ വാർത്ത കേട്ട് നവീനും കൂട്ടുകാരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം നവീൻ മരണപ്പെട്ട അൽഗറിന്റെ വായിൽ നിന്നും തന്റെ പേര് വിളിക്കുന്നത് കേട്ടിരിക്കുന്നു. കാരണം താനാണ് കേസ് അന്വേഷിക്കാൻ പോകുന്നത് എന്ന് എങ്ങനെയാണ് ഇയാൾക്ക് മനസ്സിലായിരിക്കുന്നത്? ഇതൊക്കെ കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസേഴ്സിന് മനസ്സിലായി അടുത്ത അദ്ദേഹത്തിന്റെ ഇര നവീനാണെന്ന്. അതുകൊണ്ട് തന്നെ നവീനോട് അന്ന് അവിടെ നിന്നും ഒരിടത്തേക്കും പോകരുതെന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ ഓഫീസിൽ തടഞ്ഞു വെക്കുന്നു. അതേസമയം നവീൻ പറയുകയാണ്, നമുക്കൊന്ന് വളരെ നേരത്തെയാണ് ഫോൺ ലഭിച്ചിരിക്കുന്നത്. കൊലപാതകം രാത്രി 8 മണിക്കാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇപ്രാവശ്യം നമ്മുടെ കൈവശം ഇരയെ രക്ഷിക്കാനുള്ള ധാരാളം സമയമുണ്ട്. നവീൻ തന്റെ ഓഫീസിലിരുന്ന് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. സമയം ഏറെ വൈകി. രാത്രി 8 മണിയോട് അടുക്കാറായി. അപ്പോഴേക്കും അദ്ദേഹത്തിലേക്ക് ഒരു കോൾ വരികയാണ്. കെയർ ഇന്ത്യയുടെ വിമൻ റൈറ്റർ ആക്ടിവിസ്റ്റ് ആയ നളിനിയെ കഴിഞ്ഞ ഒരാഴ്ചയായി കാണുവാനില്ല. വാർത്ത അറിഞ്ഞതോടുകൂടി തന്നെ പോലീസുകാർ അന്വേഷണവുമായി നാലുപാടും പാഞ്ഞു. ഇവിടെ നിന്നും നവീനും സംഘവും വീണ്ടും അൽഗറിന്റെ വീട്ടിലെത്തി തിരച്ചിൽ നടത്തി. ഇത്തവണ കത്തിക്കരിഞ്ഞു പോയ ഡയറിയുടെ കുറച്ച് ഭാഗങ്ങൾ അയാൾ കയ്യിലെടുത്തു. അതിലെ ഓരോ പേജും ടോർച്ച് വെട്ടത്തിൽ നിരീക്ഷിച്ചു. നവീൻ ഞെട്ടിപ്പോയി. അൽഗർ എല്ലാ കൊലപാതകങ്ങളും ആ ഡയറിയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ അവസാന കൊലപാതകത്തിന്റെ സ്കെച്ചും നവീന് ലഭിക്കുന്നു. പെട്ടെന്ന് തന്നെ നവീൻ ഓടിച്ചെല്ലുന്നത് അൽഗറിന്റെ ബെഡ്റൂമിലേക്കാണ്. അവിടെ കട്ടിലിനടിയിലെ രഹസ്യ അറ അദ്ദേഹം കണ്ടെത്തുന്നു. നിലത്തെ തുരങ്കത്തിലൂടെ മുന്നോട്ട് നടന്ന നവീൻ ഒരു ഗ്ലാസ് പ്ലേറ്റിൽ ചവിട്ടുകയതും പെട്ടെന്ന് തന്നെ പിന്നിലെ ഗ്ലാസ് ഡോർ അടഞ്ഞതൊരു ബോക്സ് പോലെ രൂപപ്പെട്ടു. അതിനുള്ളിലേക്ക് വെള്ളം നിറയാൻ തുടങ്ങി. അതേസമയം സ്ക്രീനിൽ അൽഗറിന്റെ പ്രീ റെക്കോർഡഡ് വീഡിയോ പ്ലേ ആകാൻ തുടങ്ങി. അതിലയാൾ നവീനോട് പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ കഥയിലെ ഹീറോ. എനിക്കറിയാമായിരുന്നു നിങ്ങളിവിടെ തീർച്ചയായും എത്തുമെന്ന്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 6 മാസം മുൻപ് ഞാനൊരു പാർക്കിൽ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അവർ പാർക്കിന്റെ മുക്കും മൂലയും അടിച്ചു വാരി വൃത്തിയാക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഫോൺ തീർച്ചയായും കിട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ ഉറപ്പിച്ചിരുന്നു നിങ്ങളാണ് ഇവിടെ പരാജയപ്പെട്ടത്. നിങ്ങൾക്ക് ലഭിച്ചത് വെറും 6 ദിവസങ്ങളാണ്. എന്നാൽ എനിക്ക് ഈ പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി വന്നത് നീണ്ട 10 വർഷങ്ങളാണ്. ഇത്രയും പറഞ്ഞ് വീഡിയോയിൽ നിന്നും അൽഗർ പോയെങ്കിലും നവീൻ വെള്ളത്തിലേക്ക് മുങ്ങി താന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം തന്റെ സർവ്വശക്തിയും എടുത്ത ഗ്ലാസ് ഡോറിലേക്ക് ആഞ്ഞു ചവിട്ടി. പെട്ടെന്നത് അത് പൊട്ടിത്തെറിച്ച് അദ്ദേഹം വെള്ളത്തോടൊപ്പം പുറത്തേക്ക്. ഈ സമയത്ത് അദ്ദേഹത്തെ അന്വേഷിച്ച് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തിച്ചേർന്നു. എല്ലാവരും തിരച്ചിലിനൊടുവിൽ നളിനിയെ കണ്ടെത്തുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നവീൻ ഒരു പ്രസ് മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. അതിൽ നവീൻ പറയുകയാണ്, അവസാന വിക്ടിമായ നളിനിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ സാധിച്ചു. അതായത് ഒരു ക്രൈമും ഒരിക്കലും പെർഫെക്റ്റായി ചെയ്യാൻ സാധിക്കുകയില്ല. നവീൻ തന്റെ സീനിയർ ഓഫീസേഴ്സിനോട് പറയുകയാണ്, ആൾക്കാർ കൊല ചെയ്ത വ്യക്തികളെല്ലാം തന്നെ സൊസൈറ്റിക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചവരാണ്. എന്നാൽ അവരെ ഒരിക്കലും സമൂഹം അംഗീകരിച്ചിരുന്നില്ല. അവരുടെ കഷ്ടപ്പാടുകൾക്ക് വേണ്ട അംഗീകാരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ അവരെയെല്ലാം കൊല ചെയ്ത് അവർക്ക് അവകാശപ്പെട്ട അവരുടെ അംഗീകാരങ്ങൾ നേടിക്കൊടുത്തിരിക്കുകയാണ്. സമൂഹത്തിലും ജനങ്ങളുടെ മുന്നിൽ അവർക്ക് ബഹുമാനം നേടിക്കൊടുത്തിരിക്കുന്നു. സിനിമയിലെ നായകന് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ പകുതി പോലും ആ സിനിമയിലെ റൈറ്ററിന് ലഭിക്കുന്നില്ല. സമൂഹം എപ്പോഴും അങ്ങനെയാണ്. ആൽഗർ കൊല ചെയ്ത എല്ലാ വ്യക്തികളും സമൂഹത്തിൽ അംഗീകരിക്കപ്പെടേണ്ടവർ തന്നെയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ഒടുവിൽ നവീൻ വീണ്ടും അൽഗറിന്റെ വീട്ടിൽ തന്നെ എത്തിയിരിക്കുന്നു. അവിടെ വെച്ച് അയാളുടെ മാസ്റ്റർ പീസ് ക്രൈം സ്റ്റോറി ആര്യൻ അയാൾക്ക് ലഭിക്കുന്നു. അത് വായിച്ചിട്ട് നവീൻ തന്നെ ഞെട്ടിപ്പോയി. അതിൽ അൽഗർ എഴുതിയിട്ടുണ്ട്, 6 വർഷങ്ങൾക്ക് മുൻപ് നവീൻ കൊടൈക്കനാലിലെ സീരിയൽ മർഡർ കേസ് സോൾവ് ചെയ്തപ്പോൾ അന്ന് മുതൽ അൽഗർ അയാളുടെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അയാളുടെ അവസാന വിക്ടിം നളിനി മാത്രമായിരുന്നില്ല. നളിനി അല്ലെങ്കിൽ നവീൻ, രണ്ടിലൊരാളായിരുന്നു. ഇതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആര്യൻ ക്രൈം സസ്പെൻസ് ത്രില്ലർ സ്റ്റോറി. ഇതുപോലുള്ള മനോഹരമായ സ്റ്റോറികൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.